ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു നേച്ചുറ ഗാർഡൻസ്. കുറച്ച് നാളായിട്ടുണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇത് ജമന്തിയുടെ സെയിൽ വീഡിയോ അല്ല, ഇത് മൈ പേഴ്സണൽ കളക്ഷനാണ്. സെയിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ടില്ല. നമുക്ക് ഹൗസ് റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ സെയിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ജമന്തി നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കുന്നവരായാലും ഒരുപാട് പേരുടെ സംശയമാണ്, ഈ ജമന്തി നമുക്ക് പിടിച്ച് കിട്ടുമോ, ഫ്ലവർ ആവുമോ, പുതിയ തൈ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഫ്ലവറൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയേ. കണ്ടില്ലേ, അടിഭാഗത്തു നിന്നൊക്കെയാണ് ബഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസം ആവാറായിട്ടുണ്ടാവും. ലാസ്റ്റ് ഞാൻ എൻ്റെ സെയിൽ നിർത്തുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബാലൻസ് ഉണ്ടായിരുന്ന തൈകൾ ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇത് എല്ലാത്തിലും ഒരുവിധം ബഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പൂ വിരിഞ്ഞിട്ടുണ്ട് ചിലതിൽ. പിന്നെ തൈകൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം എന്താ, തൈകൾ മുളച്ച് വരുന്നത് കണ്ടോ, കുഞ്ഞു തൈകൾ ഇതുപോലെ നിറയെ മുളച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നഴ്സറികളിൽ നിന്നായാലും അടുത്ത് കാണുമ്പോൾ ജമന്തി ചെടി മേടിച്ച് വയ്ക്കാൻ എല്ലാവർക്കും ഒരു പേടിയാണ്. ആ പേടി അങ്ങ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വലിയ കെയറൊന്നും ഞാനിതിന് കൊടുത്തിട്ടില്ല. സാധാരണ ഒരു പോട്ടി മിക്സ്, അതായത് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് കിച്ചൺ കമ്പോസ്റ്റാണ് ഉള്ളത്. അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാനിത് പോട്ട് ചെയ്തിരിക്കുന്നത്. ചാണകപ്പൊടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചാണകപ്പൊടിയിൽ നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ കയറാനുള്ളൊരു ചാൻസ് കൂടുതലായതുകൊണ്ട് അത് കൊടുക്കണ്ട. പിന്നെ കറക്റ്റ് 15 ദിവസം കൂടുമ്പോൾ DAP ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടിയിട്ടായിരിക്കണം ഈ റിസൾട്ട് ഇങ്ങനെ വരുന്നത്. നല്ല രീതിയിൽ ഫ്ലവർ ആയി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇങ്ങനെ വരുന്ന ഈ ചെറിയ ബലമില്ലാത്ത കമ്പുകളിൽ വരുന്ന ഈ ചെറിയ മൊട്ടുകളുണ്ടല്ലോ, ഇത് ഞാൻ നുള്ളിക്കളയാറുണ്ട്. ഇത് ഞാനിങ്ങനെ നുള്ളിയെടുത്ത് കളയാറുണ്ട്. കാരണം അത്യാവശ്യം തണ്ട് നല്ലൊരു കനം വന്നതിന് ശേഷം വരുന്ന ബഡ്സേ ഞാൻ നിർത്താറുള്ളൂ, അല്ലാത്ത ബഡ്സ് ഞാൻ റിമൂവ് ചെയ്ത് കളയാറുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ്. എന്നാലും ഇതും ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു ബഡ് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും. ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ബ്രാഞ്ച് നല്ല കരുത്തും വരും, പുതിയ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകൾ ചെടി വലിപ്പം വെച്ച് വരികയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ. അല്ലാതെ ഞാനങ്ങനെ ബഡൊക്കെ നുള്ളിയാണ് ഇങ്ങനെ ബുഷിയാക്കി നിർത്തിയിരിക്കുന്നത് കേട്ടോ. അധികം ഹൈറ്റിലേക്ക് പോവാത്ത രീതിയിൽ ബുഷിയാക്കി തന്നെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളതെന്ന് പറയാം, കാരണം ബഡ് വിരിഞ്ഞ് തുടങ്ങി വരുന്നേ ഉള്ളൂ, ജമന്തി ഫ്ലവേഴ്സ് ആവുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഈ ഫ്ലവർ കഴിയുന്നതിനനുസരിച്ച് വന്ന ഭാഗത്തു നിന്നൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുതിയ ബ്രാഞ്ചസും വരും. അപ്പോൾ ചെടി നല്ല വലിപ്പം വരും, പൂക്കളുടെ എണ്ണം കൂടും. അപ്പോൾ ഇതൊന്ന് കാണിക്കാനായിട്ടാണ്. ഇനി ഇത് സെയിലില്ല കേട്ടോ, ആരും ജമന്തി സെയിൽ ചോദിച്ച് വരണ്ട, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ കളക്ഷനാണ്, ഇത് സെയിലിനുള്ളതും അല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.